ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. +1 വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയെങ്കിൽ പോലും ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഒരു ആശങ്കയിലാണ്, അല്ലെങ്കിൽ തൃപ്തിയില്ലാത്ത രീതിയിലാണ്. കാരണം അവർക്ക് ആഗ്രഹിച്ച സ്കൂളിലോ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സിനൊന്നും അഡ്മിഷൻ കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ചില കുട്ടികൾ അഡ്മിഷൻ കിട്ടി, എന്നാൽ അത് വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല. ചില കുട്ടികൾ തീരെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ കാത്തിരിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമാണ്. ഒരു സ്കൂളും കിട്ടാത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും, ഏതെങ്കിലുമൊക്കെ സ്കൂൾ കിട്ടിയോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ കുട്ടികളെ, പല കുട്ടികൾക്കും ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കാത്തിരിക്കുമ്പോഴും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ സീറ്റുകൾ വേണം എന്നുള്ളതാണല്ലേ. അവിടെ ഒഴിവ് വേണം. അങ്ങനെ നിൽക്കുന്ന കുട്ടികൾക്ക് ആഗ്രഹമുണ്ടാകും, ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടോ ഇല്ലയോ എന്നറിയാൻ തീർച്ചയായിട്ടും അത്തരം കുട്ടികൾക്ക് ആഗ്രഹമുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഏകദേശം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ഈ പറയുന്ന പോലെ എന്ന് സെർച്ച് ചെയ്യുക. HSCAP എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. HSCAP എന്ന് സെർച്ച് ചെയ്യണം. അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് വരും. ഫസ്റ്റ് റിസൾട്ട് തന്നെ hscap.kerala.gov.in ആയിരിക്കും. ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾ ഇതിന് മുൻപേ റിസൾട്ടൊക്കെ അലോട്ട്മെൻറ്റ് റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തത്. ആ സൈറ്റിൽ കയറുക. ആ സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ആ കൂട്ടത്തിൽ നോക്കിക്കോളൂ, ഇവിടെ സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് എന്ന് കാണാം. സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പേജായിരിക്കും വരിക. ഈ പേജിൽ നിങ്ങളോട് ആദ്യം ചോദിക്കുക ഏത് ഡിസ്ട്രിക്റ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സ്കൂളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആ സ്കൂളിൽ അതിൻ്റെ ഡിസ്ട്രിക്റ്റാണ് ചോദിച്ചത്. ആ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത്, ചിലപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് സ്കൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സെലക്ട് സ്കൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്കൂളും, അല്ലെങ്കിൽ ഏത് ജില്ലയിലാണോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ആ ജില്ലയിലെ എല്ലാ സ്കൂളുകളും കാണിക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഗണപത് ഗേൾസ് HSS അത് സെർച്ച് ചെയ്യുകയാണ്. അതിൽ ഏത് കോഴ്സിലാണ്, നിങ്ങൾക്കിപ്പോൾ സയൻസിലാണോ കൊമേഴ്സിലാണോ എവിടെ ഒഴിവുള്ളതെന്ന് അറിയണമെങ്കിൽ ആ കോഴ്സ് സെലക്ട് ചെയ്യുക. സയൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഏതാണോ നിങ്ങളുടെ കോഴ്സ് അത് സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ കോഴ്സിന് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല നിലവിൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് കാണിക്കും. നിലവിൽ എത്ര കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഏതൊക്കെ കുട്ടികളാണ് പഠിക്കുന്നത് കാണിക്കും. ഇത് ആ സ്കൂളിൽ സയൻസിന് പഠിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് ഇങ്ങനെ താഴോട്ട് നോക്കുക. താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, മൊത്തം 42 വരെയാണുള്ളത്. അവസാനം ഒരു TC ഇഷ്യൂഡ് നിർത്തും, അത് നിങ്ങൾ നോക്കണ്ട. അതിൻ്റെ മുകളിൽ വരെ അതിൽ മെറിറ്റ് കോട്ടയുണ്ടാവും, അത് സ്പോർട്സ് കോട്ടയുണ്ട്, അങ്ങനെ പല കോട്ടകളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്നിരിക്കുന്നത് നമ്പർ നോക്കുക 42. ഈ സ്കൂളിൽ ഒരു സയൻസ് ബാച്ചാണ് ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ എത്ര ബാച്ച് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ സയൻസ് ആണെങ്കിൽ 1 2 എന്ന് അറിയണം. ഒരു സയൻസ് ബാച്ച് ആണെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ 65 സീറ്റും, എയ്ഡഡ് സ്കൂളിൽ, ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളും എയ്ഡഡ് സ്കൂളും നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് അറിയില്ലേ. ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ GVHS എന്നോ GHS എന്നൊക്കെയാണ് ഉണ്ടാവുക. എയ്ഡഡ് സ്കൂളാണെങ്കിൽ നമുക്കറിയാം ഒരുപാട്, ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളുണ്ട്, മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളുണ്ട്, ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളുകൾ, അങ്ങനെ പല മാനേജ്മെൻറ്റിൽപ്പെട്ട ഇതൊന്നുമല്ലാത്ത മാനേജ്മെൻറ്റ് സ്കൂളുകളുണ്ട്. ഇതെല്ലാം എയ്ഡഡ് സ്കൂളുകളിൽ വരുന്നതാണ്. അവിടെയാണെങ്കിൽ 60 സീറ്റുമാണ് ഒരു ബാച്ചിനുണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ 42 ഉള്ളൂ എന്ന് വെച്ചാൽ അതിനർത്ഥം ഏകദേശം 18ഓളം സീറ്റുകൾ ഈ സ്കൂളിൽ ബാക്കിയുണ്ട് എന്നാണ്. കാരണം 65 ഇത് ഗവൺമെൻറ് സ്കൂളാണ്, 65 സീറ്റുകളെങ്കിലും വരണം. ഇപ്പോൾ 42 കുട്ടികളാണ് ഇപ്പോൾ പഠിക്കുന്നതാണ് ഈ ലിസ്റ്റ് പ്രകാരം കാണിക്കുന്നത്. ഇനി അതേസമയം തന്നെ നമുക്ക് മറ്റൊരു സ്കൂൾ എടുത്ത് നോക്കാം, ഒരു എയ്ഡഡ് സ്കൂൾ എടുത്ത് നോക്കാം. 60 കുട്ടികൾ പഠിക്കേണ്ട സ്കൂളിൽ 42 പഠിക്കുന്നുണ്ടെങ്കിൽ സീറ്റ് 18ഓളം അല്ലെങ്കിൽ ഒഴിവുണ്ട് എന്നല്ലേ. ഇനി മറ്റൊരു സ്കൂൾ എടുത്ത് നോക്കാം. നമുക്കൊരു എയ്ഡഡ് സ്കൂൾ എടുത്ത് നോക്കാം. എയ്ഡഡ് സ്കൂൾ നോക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് പോകും, കുറേ സ്കൂളുകൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കിയിടാം. ഞാനൊരു സേവ്യു HSS ദേവഗിരി, ഇത് ഒരു എയ്ഡഡ് സ്കൂളാണ് കോഴിക്കോട് ജില്ലയിലെ. ഓക്കെ, സബ്മിറ്റ് ചെയ്തു. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരിൽ വരും ഇപ്പം കാണിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ 42 നിൽക്കുന്നില്ല.
60-ൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 70, 75 എന്ന് അങ്ങനെ പോകും. അതിൻ്റെ അർത്ഥം അവിടെ 2 ബാച്ച് ഉണ്ട് എന്നാണ്. ഒരു ബാച്ച് ആണെങ്കിൽ 60-ൻ്റെ താഴെ 60-ൻ്റെ താഴെ കാണിക്കൂ. അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ 2 ബാച്ച് ഉണ്ട് എന്നാണ്. അപ്പോൾ 82 കുട്ടികൾ മെറിറ്റിൽ തന്നെ കയറിയിട്ടുണ്ട്. സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഉണ്ട്, കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഇവിടെയുണ്ട്, മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ ഇവിടെയുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴും 119 വരെ എത്തിയിട്ടുണ്ട്. ഒരു കുട്ടി അവിടെ നിന്ന് TC വാങ്ങിയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ 120 കുട്ടികളുണ്ടെന്ന് വെച്ചാൽ 60-ൻ്റെ 2 ബാച്ച് അവിടെ ഫുള്ളാണ്. കാരണം എയ്ഡഡ് സ്കൂളാണെങ്കിൽ 60 കുട്ടികളാണ് ഒരു ബാച്ചിൽ ഉണ്ടാവുക. 2 സയൻസ് ബാച്ചായാൽ 120. ഇപ്പോൾ ഈ ലിസ്റ്റിൽ 120 കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം 120 കുട്ടികളും അവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി TC ഇഷ്യൂ ചെയ്താൽ 119 ഒരു കുട്ടിക്ക് അവിടെ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ ഇത് 130 വരെ, ഒരു ബാച്ചാണെങ്കിൽ 65, 2 ബാച്ചാണെങ്കിൽ 130 വരെ പോവാം. ഇപ്പോൾ ഒരു ബാച്ചൊക്കെ ആണെങ്കിൽ 65-ൻ്റെ താഴോട്ടാണ് കിടക്കുന്നതെങ്കിൽ എത്ര സീറ്റ് ബാക്കിയുണ്ട്? അപ്പോൾ 55 കാണിക്കുന്നതെങ്കിൽ അതിനകത്ത് 10 സീറ്റ് ബാക്കിയുണ്ട് എന്നാണ്. ഓക്കെ. അതേസമയം 120 എന്നാണ് കാണിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 115 എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം 115 എത്തണേ രണ്ടാമത്തെ ബാച്ച് ഉള്ളതുകൊണ്ടാണ് 115 ഒക്കെ എത്തുന്നത്. ഇപ്പം 2 ബാച്ചാണെങ്കിൽ 130-ൽ ഒരു 115 ഉള്ളൂ എങ്കിൽ 15 സീറ്റ് ഒഴിവെന്നാണല്ലോ. കാരണം ഒരു ബാച്ചിൽ 65, 2 ബാച്ചാകുമ്പോൾ 130. അവിടെ 115 ഉള്ളെങ്കിൽ 15 സീറ്റ് ഒഴിവ്. ഇങ്ങനെയാണ് നമുക്ക്, ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കും. ഏകദേശം ഒരു രൂപം നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ബാച്ചാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ 65 സീറ്റും എയ്ഡഡ് സ്കൂളിൽ 60 സീറ്റുമാണ്. 2 ബാച്ച് ഉണ്ടെങ്കിൽ അത് 130 ആവും, എയ്ഡഡ് സ്കൂളിൽ 120 ആവും. അപ്പോൾ അതിൽ അത്രയും കുട്ടികൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സീറ്റ് ഒഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.